ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് 5ാമത്തെ യൂണിറ്റ് വെൻ കറന്റ് ഫ്ലോസ്, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ലെറ്റസ് എസ് നോക്കാം. Though an electric circuit was made using a torch cell, a bulb and a copper wire, the bulb didn't glow. What may be the reason? നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കി ടോർച്ച് സെല്ലും ബൾബും കോപ്പർ വയറും ഒക്കെ യൂസ് ചെയ്തിട്ട്, പക്ഷേ ആ ബൾബ് പ്രകാശിച്ചില്ല. എന്തുകൊണ്ടായിരിക്കാം? ആൻസർ എന്താണ്? ദ കോപ്പർ വയർ ഡസ് നോട്ട് ടച്ച് ദ സെൽ. ആ കോപ്പർ വയർ ആ സെല്ലിനെ തൊട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം ആ ബൾബ് പ്രകാശിക്കാതിരുന്നത്. From an experiment, it was found that copper, aluminum, iron, steel, etc. are conductors of electricity. From this, we can understand that കോപ്പറും അയണും അലുമിനിയം സ്റ്റീലൊക്കെ ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടറാണ്. അതായത് ഇലക്ട്രിസിറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാൻ അനുവദിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മെറ്റൽസ് ആ കണ്ടക്ടേഴ്സ്. എല്ലാ മെറ്റൽസും കണ്ടക്ടേഴ്സാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. Third question, is it during the summer or the monsoon season that load shedding is normally implemented in Kerala? Why? ചൂടുള്ള സമയത്താണോ അതോ മൺസൂൺ മഴക്കാലത്താണോ നമ്മുടെ നാട്ടിൽ ലോഡ് ഷെഡിങ്, കറണ്ട് കട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? വി മെയിൻലി ഡിപ്പെൻഡ് ഓൺ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? വെള്ളത്തിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിലാണ്, അല്ലേ? ദ വാട്ടർ ലെവൽ ഇൻ ദ ഡാംസ് വിൽ കീപ്പ് ഓൺ റെഡ്യൂസിങ് ഇൻ സമ്മർ. ചൂട് സമയമാകുമ്പോൾ ഡാമിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ആസ് എ റിസൾട്ട് ഇലക്ട്രിസിറ്റി കനോട്ട് ബി ജനറേറ്റഡ് ആസ് പെർ അവർ റിക്വയർമെൻറ്റ്സ് ആൻഡ് കൺസംഷൻസ്. നമ്മുടെ ഉപഭോഗത്തിനനുസരിച്ച്, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വെള്ളം ഡാമുകളിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നോർമലി ലോഡ് ഷെഡിങ് കേരളത്തിൽ സമ്മർ ടൈമിൽ, ചൂടുള്ള സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ, നമ്മുടെ ഉപഭോഗം കുറയ്ക്കാനും അതുവഴി ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാനുമാണ് ഇങ്ങനെയുള്ള ലോഡ് ഷെഡിങ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വാട്ട് സേഫ്റ്റി പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ വൈൽ ഹാൻഡ്ലിങ് ആൻ ഇലക്ട്രിക് അയൺ? നമ്മളൊരു തേപ്പ് പെട്ടി, ഇസ്തിരി പെട്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സ്വിച്ച് ഓൺ ദി അയൺ ബോക്സ് ഓൺലി ആഫ്റ്റർ കണക്റ്റിംഗ് ദ പ്ലഗ് പിൻ. നമ്മൾ അതിൻ്റെ പ്ലഗ് പിന്ന് കണക്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഡു നോട്ട് ടച്ച് ദ സ്വിച്ച് ഓർ ദി അയൺ ബോക്സ് വിത്ത് വെറ്റ് ഹാൻഡ്സ്. നനഞ്ഞ കൈകൾ കൊണ്ട് സ്വിച്ചോ അതുപോലെ തന്നെ അയൺ ബോക്സോ തൊടാൻ പാടില്ല. മേക്ക് ഷുവർ ദ വയർ ഈസ് ഫുള്ളി ഇൻസുലേറ്റഡ് ആൻഡ് നോട്ട് ടോൺ. ആ സ്വിച്ച്, അതിൻ്റെ ആ പ്ലഗിൽ നിന്ന് ആ അയൺ ബോക്സിലേക്കുള്ള കണക്ഷൻ, അതിൻ്റെ ഇൻസുലേഷൻ ഒന്നും പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. സ്വിച്ച് ഓഫ് ആൻഡ് ദെൻ ഓൺലി റിമൂവ് ദ കണക്റ്റഡ് പ്ലഗ് പിൻ. നമ്മുടെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മാത്രമേ നമ്മൾ ആ പ്ലഗ് പിന്ന് അതിൻ്റെ ആ ഹോൾഡറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. യൂസ് 3 പിൻ പ്ലഗ്. നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? 3 പിൻ പ്ലഗ് പോയിൻറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് എൻ ഇലക്ട്രിക് സർക്യൂട്ട്, ക്ലോസ് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട്? എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്, ക്ലോസ് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും? The arrangement to light a bulb using torch cells, 1 torch bulb and 2 pieces of wires is called an electric circuit. ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റിൽ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ്? ഒരു ബൾബ് കത്തിക്കാൻ വേണ്ടിയിട്ട് 2 ടോർച്ച് സെല്ലും 1 ടോർച്ച് ബൾബും അതുപോലെ തന്നെ കോപ്പർ വയറും യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു കണക്ഷനെ പറയുന്നതാണ് എന്ത്? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന്. ക്ലോസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസ് സർക്യൂട്ട് ഈസ് വൺ ദാറ്റ് ഈസ് കംപ്ലീറ്റ് വിത്ത് ഗുഡ് കണ്ടിന്യൂറ്റി ത്രൂ ഔട്ട്. ക്ലോസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫുള്ളി കണക്റ്റഡ് ആയിരിക്കും, അതായത് കണ്ടിന്യൂസ് കറണ്ട് ഫ്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടായിരിക്കും. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് വൺ വേർ ദി കണ്ടിന്യൂറ്റി ഹാസ് ബീൻ ബ്രോക്കൺ ബൈ എൻ ഇൻ്ററപ്ഷൻ ഇൻ ദ പാത്ത് ഫോർ കറണ്ട് ടു ഫ്ലോ. വൈദ്യുതി പ്രവഹിക്കുന്ന ആ പാത്തിൽ, അതിൻ്റെ പാതയിൽ എവിടെയെങ്കിലും ഒരു ഇൻ്ററപ്ഷൻ, ഒരു തടസ്സമോ അല്ലെങ്കിൽ ഒരു ബ്രേക്കേജോ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കറണ്ടിന് ഫ്രീ ആയിട്ട് ആ സർക്യൂട്ടിൽ മുഴുവനായിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുക? ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുക. ആ സർക്യൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ ഓപ്പൺ ആയിരിക്കും ആണ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ സർക്യൂട്ടിന് എന്താണ്? ബാറ്ററി രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്താണ്? അതിൻ്റെ സർക്യൂട്ടും ബാറ്ററിയും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല. ജസ്റ്റ് എക്സാമ്പിളാണ്. വാട്ട് ഹാപ്പൺ വെൻ ദ ബൾബ് ഫ്യൂസസ്? ബൾബ് ഫ്യൂസ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
The bulb fuses due to a break in the filament. A break in the filament means a break in the path of the current between the terminals of the electric cell. Therefore, a fused bulb does not light up as no current passes through its filament. ആ ബൾബിൻ്റെ ഫിലമെൻറ്റ് പൊട്ടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, അതിൻ്റെ ഉള്ളിൽ ആ ബൾബ് ഫ്യൂസായി അത് കത്താതെ ആവുന്നത്. ഫിലമെൻറ്റ് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാമോ, ഒരു തിൻ വയർ പോലെയുള്ളത് എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടാവും. ആ വയർ പൊട്ടിയത് കൊണ്ട് തന്നെ എന്താണ്, കറണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ മുഴുവനായിട്ട് ഫ്ലോ ചെയ്യില്ല. നമ്മളിപ്പോൾ കോപ്പർ വയറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ കോപ്പർ വയർ പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വൈദ്യുതി അതിലൂടെ പ്രവഹിക്കില്ല, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് ബൾബിൻ്റെ കേസിലും. അതുകൊണ്ട് തന്നെ ആ ബൾബ് പിന്നീട് പ്രകാശിക്കില്ല. കാരണം എന്താണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇലക്ട്രിസിറ്റിക്ക് പൂർണ്ണമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല. വാട്ട് ആർ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്? എന്താണ് കണ്ടക്ടേഴ്സ്, എന്താണ് ഇൻസുലേറ്റേഴ്സ്? Substances that conduct electricity are called conductors and those which do not conduct electricity are called insulators. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെ, കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് മതിക്കുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടക്ടേഴ്സ് എന്ന് പറയാം. അല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇലക്ട്രിസിറ്റിക്ക് പ്രവഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം, അത് ഇൻസുലേറ്റർ ആണെന്ന് പറയാം. എക്സാമ്പിൾ എന്തൊക്കെയാണ് കണ്ടക്ടറിൻ്റെ? നെയിൽ, സ്റ്റീൽ സ്പൂൺ. എല്ലാ മെറ്റൽസും ഇലക്ട്രിസിറ്റിയുടെ നല്ലൊരു കണ്ടക്ടർ ആണെന്ന് പറയാം. ഇൻസുലേറ്റേഴ്സ് എന്തൊക്കെയാണ്? ബ്ലോക്ക് ഓഫ് വുഡ്, പീസ് ഓഫ് പേപ്പർ. പേപ്പറും വുഡൊക്കെ നമുക്ക് ഇൻസുലേറ്റർ ആണെന്ന് പറയാം. അത് കാരണമാണ് ആർക്കെങ്കിലും ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മരക്കഷ്ണമൊക്കെ ഉപയോഗിച്ച് അയാളെ അവിടെ നിന്ന് തട്ടി മാറ്റുന്നത്. കാരണം എന്താണ്, വുഡിലേക്ക് ഇലക്ട്രിസിറ്റി അങ്ങനെ പ്രവഹിക്കില്ല. വാട്ട് ആർ ദ കണ്ടക്റ്റിംഗ് വയേഴ്സ് യൂഷ്വലി യൂസ്ഡ് ഇൻ സർക്യൂട്ട്സ്? നോർമലി ഈ സർക്യൂട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കണ്ടക്റ്റിംഗ് വയേഴ്സ് എന്തൊക്കെയാണ്? മൾട്ടി സ്റ്റാൻഡേർഡ് വയർ യൂസ് ചെയ്യും, ലാമിനേറ്റഡ് വയർ യൂസ് ചെയ്യും, സർവീസ് വയർ യൂസ് ചെയ്യും, നോൺ ഇൻസുലേറ്റഡ് വയറും യൂസ് ചെയ്യും. മൾട്ടി സ്റ്റാൻഡേർഡ് വയർ എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ കുറേ ഫൈൻ കോപ്പർ വയേഴ്സ്, ചെറിയ കുഞ്ഞു കോപ്പർ വയേഴ്സ് ഉണ്ടാവും. അതിൻ്റെ മുകളിലൊരു ഇൻസുലേഷനും ഉണ്ടാവും. ലാമിനേറ്റഡ് വയർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി തിൻ കോപ്പർ വയേഴ്സ് ആണ്. സർവീസ് വയർ എന്ന് പറഞ്ഞാൽ എന്താ, ദ കണ്ടക്ടേഴ്സ് ദാറ്റ് ബ്രിങ് ദ ഇലക്ട്രിക് പവർ ഇൻ ടു എ ബിൽഡിംഗ് ഓർ എ ഹൗസ്. നമ്മുടെ വീട്ടിലേക്ക് എവിടെ നിന്നാണ് കറണ്ട് വരുന്നത്? ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു വയർ വലിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കണ്ടിട്ടുണ്ടാകും, ഒരു കറുപ്പൊരു കവറിങ് അതിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സർവീസ് വയർ എന്ന് പറയുക. നോൺ ഇൻസുലേറ്റഡ് വയർ എന്താണ്? യൂസ് ടു കണക്ട് ബിറ്റ്വീൻ ദ ഇലക്ട്രിക് പോസ്റ്റ്. ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് മറ്റൊരു ഇലക്ട്രിക് പോസ്റ്റിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നത് എങ്ങനെയാണ്? നല്ല കമ്പികളാണ് നമ്മൾ കാണുക അല്ലേ. അപ്പോൾ അതിനെയാണ് നോൺ ഇൻസുലേറ്റഡ് വയർ എന്ന് പറയാം. ഇപ്പോൾ മൾട്ടി സ്റ്റാൻഡേർഡ് വയർ കണ്ടല്ലോ, കുറേ വയസ്സിൻ്റെ ചുറ്റും ഒരു ഇൻസുലേഷൻ ഉണ്ട്, റെഡ് കളറിലും ഗ്രീൻ കളറിലും ഒക്കെ. ലാമിനേറ്റഡ് വയർ എന്ന് പറഞ്ഞാൽ തീരെ തിന്നായിട്ടുള്ള കനം കുറവുള്ള വയറിനെയാണ് നമ്മൾ ലാമിനേറ്റഡ് വയർ എന്ന് പറയാം. സർവീസ് വയർ എന്ന് പറഞ്ഞാൽ ആ ബ്ലാക്ക് കളറിൽ കോട്ടിംഗ് ഉള്ള ആ വയറാണ് നോർമലി നമ്മൾ കാണുക. നോൺ ഇൻസുലേറ്റഡ് വയർ എന്ന് പറഞ്ഞാൽ എന്താ, ആ കറണ്ട് കമ്പിയാണ്. എന്താ, വാട്ട് ഈസ് എ സ്വിച്ച്? വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്വിച്ച്? Switch is a simple device that is used to either break the electric circuit or to complete it. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിവൈസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇലക്ട്രിക് സ്വിച്ച് എന്ന് പറയാം. എന്താണ് ഇലക്ട്രിക് സ്വിച്ച്? എങ്ങനെയാണ് പ്രവർത്തിക്കുക? നമ്മൾ ആ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യും അല്ലേ. കറണ്ട് പാസ് ചെയ്തിട്ട് ലൈറ്റ് ഓൺ ആവും. അപ്പോൾ അതെന്തിനാണ്? അത് ആ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത്? അത് ഓഫ് ആക്കുമ്പോൾ, സ്വിച്ച് ഓഫ് ആകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അത് കറണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നു. അതുകൊണ്ടല്ലേ കറണ്ട് അതിലേക്ക് പ്രവഹിക്കാത്തത് കൊണ്ടല്ലേ ആ ബൾബ് വീണ്ടും കത്താതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നിലേക്ക് അത് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുക. സ്വിച്ചിൻ്റെ കുറേ ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓർഡിനറി സ്വിച്ച് യൂസ് ഫോർ ഓർഡിനറി ഇലക്ട്രിക് ഡിവൈസ്. നമ്മൾ സാധാരണ വീട്ടിൽ കാണുന്ന സ്വിച്ചാണ് ഓർഡിനറി സ്വിച്ച്. നമ്മൾ ബൾബ് ഇടാനും ഫാനും പ്രവർത്തിപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സ്വിച്ചുകളെ നമുക്ക് ഓർഡിനറി സ്വിച്ച് എന്ന് പറയാം. ബെൽ സ്വിച്ച്, അതുപോലെ തന്നെ പ്രസ് ബട്ടൺ സ്വിച്ച്, രണ്ടിൻ്റെയും ഒരേ ഉപയോഗമാണ്. എന്താണ്? ആ ബെൽ സ്വിച്ച് അമർത്തുമ്പോൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കോളിംഗ് ബെല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ സ്വിച്ച് അമർത്തുമ്പോൾ എന്താണ്? ഒരു ശബ്ദം വരും അല്ലേ. ആ സ്വിച്ച് റിലീസ് ചെയ്യുമ്പോൾ കൈ ആ സ്വിച്ചിൻ്റെ മുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ആ ശബ്ദം വരുന്നത് നിൽക്കും. അപ്പോൾ അതിനാണ് ഈ ബെൽ സ്വിച്ചും അതുപോലെ തന്നെ പ്രസ് ബട്ടൺ സ്വിച്ചും യൂസ് ചെയ്യുന്നത്. 2-വേ സ്വിച്ച് നമ്മുടെ വീട്ടിൽ ബെഡ്റൂമിലൊക്കെ ആണെങ്കിൽ എന്താണ്, നമ്മൾ ലൈറ്റും ഫാനും ഇടാൻ 2 സ്വിച്ചുകൾ ഉണ്ടാകും. നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ലൈറ്റും ഫാനും ഓൺ ആക്കാനുള്ള സ്വിച്ച് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ബെഡിൻ്റെ അടുത്തും അതിനുള്ള സ്വിച്ചുകൾ ഉണ്ടാകും. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുക? 2-വേ സ്വിച്ച് എന്ന് പറയാം. നമുക്ക് 2 സ്ഥലത്ത് നിന്നും അത് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും പറ്റും.
ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡി പി സ്വിച്ച് ആണ്. ഡി പി സ്വിച്ച് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മോട്ടോഴ്സിലൊക്കെയാണ്. അതിലൂടെ വളരെയധികം വൈദ്യുതി വേണ്ട ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഡി പി സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ആ മോട്ടറിൻ്റെയൊക്കെ സ്വിച്ച് കണ്ടാൽ തന്നെ അറിയാം, കുറച്ചും കൂടി വലുതല്ലേ. അപ്പോൾ അതാണ് ഡി പി സ്വിച്ച്. ഇതാണ് ഡി പി സ്വിച്ച് എന്ന് പറഞ്ഞാൽ. ഓർഡിനറി സ്വിച്ച് കണ്ടല്ലോ, ബെൽ സ്വിച്ച്, നമ്മുടെ കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച്, 2 വേ സ്വിച്ച് ഉണ്ട്. അതിൻ്റെ കണ്ടോ, അതിൻ്റെ ഇൻഡിക്കേഷൻ തന്നെ കണ്ടോ, 2 ഏരോ മാർക്സ് കാണാം അതിൽ. അതിന് നിങ്ങളുടെ വീട്ടിലൊക്കെ സ്വിച്ച് ബോർഡ് ശ്രദ്ധിച്ചാൽ കാണാം. അങ്ങനെയുള്ള സ്വിച്ചാണ് 2 വേ സ്വിച്ച് എന്ന് പറഞ്ഞാൽ. പ്രസ് ബട്ടൺ സ്വിച്ച്, പിന്നെ ഡി പി സ്വിച്ച്. ഓക്കെ, വാട്ട് ഈസ് സേഫ്റ്റി ഫ്യൂസ്? സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഇൻ സർക്യൂട്ട്സ് ആസ് എ പ്രിക്കോഷൻ ടു പ്രൊട്ടക്ട് സർക്യൂട്ട് ആൻഡ് ഇലക്ട്രിക് ഡിവൈസസ് ഫ്രം ഡാമേജ് കോസ്ഡ് ബൈ ദി ഫ്ലോ ഓഫ് എക്സസ് കറണ്ട്. നമ്മുടെ നോർമൽ സർക്യൂട്ട്സിൽ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് സേഫ്റ്റി ഫ്യൂസ്. ഒരു അളവിന് കൂടുതൽ, ഒരു പരിധിക്ക് കൂടുതൽ കറണ്ട് വരുമ്പോൾ, അതായത് നമ്മുടെ വീട്ടിൽ കാണാൻ പെട്ടെന്ന് വോൾട്ടേജ് കൂടി വോൾട്ടേജ് കുറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പോൾ വോൾട്ടേജ് നല്ലോണം കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ സേഫ്റ്റി ഫ്യൂസ് ബേൺ ചെയ്യും, അതായത് അത് കത്തിപ്പോവും. അതോടുകൂടി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആ കറണ്ട് കണക്ഷൻ, ആ പവർ സപ്ലൈ നിൽക്കും. അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള എക്യുപ്മെൻറ്റ്സിനൊക്കെ ഈ സേഫ്റ്റി ഫ്യൂസ് പ്രൊട്ടക്റ്റ് ചെയ്യും. The fuse wire gets heated when current flows through it. It was the flow of excess current that burned off the thin fuse wire. ഒരു പരിധിയിൽ കൂടുതൽ കറണ്ട് വരുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഈ ഫ്യൂസിൻ്റെ ചുറ്റും കെട്ടിയിട്ടുള്ള ആ മെറ്റൽ വയർ ഉരുകും. അതോടുകൂടി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് പവർ കണക്ഷൻ നിൽക്കും. നിങ്ങൾ ഇങ്ങനെ ഒരു സേഫ്റ്റി ഫ്യൂസ് ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഇങ്ങനെയുള്ള ഇലക്ട്രിക് സപ്ലൈ നേരെ നമ്മുടെ എക്യുപ്മെൻറ്റ്സിലേക്ക്, ടി വിയിലേക്കും ഫ്രിഡ്ജിലേക്കൊക്കെ പോവുകയും ആ ഡിവൈസസ് ഒക്കെ നാശമായി പോവുകയും ചെയ്യും. അപ്പോൾ അതാണ് സേഫ്റ്റി ഫ്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് എന്താ? വാട്ട് ഈസ് MCB? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? സേഫ്റ്റി ഫ്യൂസിന് പകരം ഇപ്പോൾ ഒക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ്. കുഞ്ഞു കുഞ്ഞു ഫ്യൂസുകൾ പോലെ കാണാം. ദിസ് ഡിവൈസ് ബ്രേക്സ് എ സർക്യൂട്ട് വെനെവർ ദർ ഈസ് എക്സസ് ഫ്ലോ ഓഫ് കറണ്ട്. എവിടെയെങ്കിലും എക്സസ് ഫ്ലോ ഓഫ് കറണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ മിനിയേച്ചർ സർക്യൂട്ട് എന്ത് ചെയ്യും? ആ ഒരു സൈഡിലേക്കുള്ള കറണ്ട് പവർ സപ്ലൈ ഓഫ് ചെയ്യും, അതായത് സർക്യൂട്ട് കത്തിപ്പോവും. വാട്ട് ആർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ? ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ് മേക്കിംഗ് യൂസ് ഓഫ് എനർജി of water stored in dams. The water stored at a height in dam is made to flow through penstock pipes to reach the turbine installed at a very low level. The turbine rotates using the energy of flowing water. ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ലെസൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഇതാണ് ഡാം. ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഡാമിൽ നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുക? ഇതാണ് പെൻസ്റ്റോക്ക് പൈപ്പ്. ഈ പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ വെള്ളം ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ താഴെ കണ്ടൊരു ടർബൈൻ ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സിനനുസരിച്ച് ഈ ടർബൈൻ വേഗം വേഗം റൊട്ടേറ്റ് ചെയ്യുകയും പിന്നെ എന്താ ഉണ്ടാവുക? ഈ ടർബൈൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ജനറേറ്റർ വർക്ക് ചെയ്യുകയും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. Okay, the generator work and generates electricity. There are arrangements to control the flow of water as per our requirement of electricity. നമ്മളുടെ വൈദ്യുതിക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ, അതായത് വെള്ളം വരുന്നതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിൽ അതിനുള്ള മെക്കാനിസം ഉണ്ട്. ഗിവ് എക്സാമ്പിൾസ് ഫോർ സെർട്ടൻ സിറ്റുവേഷൻ വെൻ ഇലക്ട്രിസിറ്റി ഈസ് വേസ്റ്റഡ്. എപ്പോഴൊക്കെയാണ് ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ റൂമിലില്ലാത്ത സമയത്ത് ലൈറ്റും ഫാനും ഓൺ ചെയ്തിട്ട് പോവുക, TV സ്വിച്ച് ഓൺ ചെയ്തിട്ട് പോവുക നമ്മൾ കാണുന്നില്ലെങ്കിലും. ബൾബ് സ്വിച്ച് ഓൺ ഡേ ടൈം, രാവിലെ നേരത്തെ റൂമിലൊക്കെ ബൾബ് ഇടുക. അതുപോലെ തന്നെ ഫ്രിഡ്ജ് ആവശ്യമില്ലാത്ത നേരത്തും ഓപ്പൺ ആക്കി വെക്കുക. അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക. ബൾബും ഫാനും സ്വിച്ച് ഓഫ് ചെയ്യുക ആവശ്യമില്ലെങ്കിൽ. TV സ്വിച്ച് ഓഫ് ചെയ്യുക ആരും കാണുന്നില്ലെങ്കിൽ. തേർഡ് വൺ എന്താ? ബൾബ് ടു ബി സ്വിച്ച്ഡ് ഓഫ് അറ്റ് ഡേ ടൈം, രാവിലെ നേരത്ത് ബൾബ്സ് ഒന്നും ഓൺ ചെയ്യാതിരിക്കുക. റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ക്ലോസ് ചെയ്ത് വെക്കുക. ലാസ്റ്റ് വൺ എന്താ? യൂസ് ഇലക്ട്രിക് ഡിവൈസസ് വിത്ത് മോർ സ്റ്റാർ റേറ്റിംഗ്. കുറേ സ്റ്റാർസ് ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ ഫ്രിഡ്ജിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും, കുറേ സ്റ്റാർസ്, 3 സ്റ്റാർ 4 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്റ്റാർസ് കൂടുന്നതിനനുസരിച്ച് എന്താണ്? അത്രയും കുറവേ ഇലക്ട്രിസിറ്റിയെ ആ ഒരു എക്യുപ്മെൻറ്റ് വലിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാർസ് കൂടുതലുള്ള എക്യുപ്മെൻറ്റ്സ് മേടിക്കാൻ നോക്കുക. റൈറ്റ് സം സിറ്റുവേഷൻ ലീഡിങ് ടു ആൻ ഇലക്ട്രിക് ഷോക്ക്. എപ്പോഴൊക്കെയാണ് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവുന്നത്? ഓപ്പറേറ്റിംഗ് ഈ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്. നനഞ്ഞ കൈകൾ കൊണ്ട് നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുക. പ്ലഗ് പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യാണ്ട് നിങ്ങൾ ആ പ്ലഗ് വലിച്ചൂരാൻ നോക്കുക. പിന്നെന്താണ്? വയേഴ്സ്, നമ്മുടെ ഇലക്ട്രിക്
അയൺ ബോക്സിൻ്റെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, ആ ഇൻസുലേഷൻ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ്, ബൾബൊക്കെ മാറ്റുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യാണ്ട് നിങ്ങൾ ബൾബ് മാറ്റിയാലും ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാം. വാട്ട് ഡസ് സ്റ്റാർ സിമ്പിൾസ് ഇൻഡിക്കേറ്റ് ഓൺ ദി ഇലക്ട്രിക് അപ്ലയൻസസ്? ഇലക്ട്രിക് അപ്ലയൻസസിലുള്ള സ്റ്റാർ സിമ്പിൾസ് എന്തിനാണ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു ഞാൻ. ദ നമ്പർ ഓഫ് സ്റ്റാർസ് ഓൺ ദം ഇൻഡിക്കേറ്റ് ദി എനർജി എഫിഷ്യൻസി ഓഫ് ദി ഡിവൈസ്. എത്ര സ്റ്റാർസ് ഉണ്ടോ, 4 സ്റ്റാർ ആണോ 5 സ്റ്റാർ ആണോ, അതിനനുസരിച്ച് അത്ര കുറവ് ഇലക്ട്രിസിറ്റി മാത്രമേ ആ ഫ്രിഡ്ജും ടി വിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ. വാട്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്ക് ടു സേവ് എ പേഴ്സൺ ഹു ഗെറ്റ് ദി ഇലക്ട്രിക് ഷോക്ക്? ഇലക്ട്രിക് ഷോക്ക് കിട്ടിയ ഒരാൾക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഫസ്റ്റ് തിങ് എന്താണ്, കട്ട് ഓഫ് ദി ഇലക്ട്രിക് കണക്ഷൻ. വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ട്രൈ ടു പുഷ് അവേ ദി എഫക്റ്റഡ് പേഴ്സൺ. ആ ഷോക്ക് ഏറ്റ ആളെ എങ്ങനെയെങ്കിലും ആ സ്വിച്ചിൻ്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ അയൺ ബോക്സിൻ്റെ അടുത്ത് നിന്നോ മാറ്റാൻ നോക്കുക. പിന്നെന്താണ്, ഹി ഷുഡ് ബി ടേക്കൺ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ. ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അയാളെ എത്രയും വേഗം എത്തിക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക, ശ്വാസം കൊടുക്കുക. പിന്നെ വാം അപ്പ് ദ ബോഡി ബൈ മസാജിങ് സോഫ്റ്റ്ലി. ബോഡി വാമപ്പ് ചെയ്യാൻ മസാജ് ചെയ്യുക. ഹാർട്ട് ബീറ്റ് സീസ് ചെയ്യുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് കുറയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ CPR കൊടുക്കുക. നമ്മുടെ കയ്യെ അവരുടെ ഹൃദയത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ ദിസ് പ്രോസസ് അണ്ടിൽ ദ ഹാർട്ട് സ്റ്റാർട്ട് ബീറ്റിംഗ് അഗെയിൻ ഓൺ ഇറ്റ്സ് ഓൺ. അവരുടെ ഹാർട്ട് ബീറ്റ് നോർമൽ റേറ്റിലേക്ക് വരുന്നത് വരെ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ കൊടുത്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒന്നും ഞാൻ നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് പോലെ തന്നെ പഠിക്കണം. ഓക്കെ, എങ്ങനെയാണ് ബൾബ് ഗ്ലോ ചെയ്യുന്നത്, അതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണ് വരിക അത് പഠിക്കണം. പിന്നെ ബസ്സർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ നോർമൽ സർക്യൂട്ട് പോലെ തന്നെ ബാറ്ററിയും അതിൻ്റെ കോപ്പർ വയറും ബസ്സറും കൂടി ക്ലോസ് കണക്ഷൻ ആണെങ്കിൽ ബസ്സർ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിക്കണം നിങ്ങൾ. പിന്നെ എങ്ങനെയാണ് ക്ലോസ് സർക്യൂട്ട് വരയ്ക്കുക, എങ്ങനെയാണ് ഓപ്പൺ സർക്യൂട്ട് വരയ്ക്കുക അത് പഠിക്കുക. പിന്നെ ഓരോന്നിനും യൂസ് ചെയ്യുന്ന സിമ്പൽ എന്താണ്, ഇലക്ട്രിക് സെൽ എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക, ബാറ്ററി എങ്ങനെയാണ്, ബൾബ് എങ്ങനെയാണ്, അതൊക്കെ നോക്കി വെക്കണം. ഓക്കെ, കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നുള്ള കണ്ടുപിടിച്ചത് ആരാണ്? ക്രിസ്റ്റ്യൻ ഈസ്റ്റ്വുഡ് ആണ് അത് കണ്ടുപിടിച്ചത്. ഓക്കെ, പിന്നെ എങ്ങനെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാം? നമ്മൾ നെയിൽസ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ആ ഭാഗം നോക്കണം. ഓക്കെ, ബാക്കി ഒരുവിധം എല്ലാതും ഞാൻ ഈ ലെസണിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ മറക്കാതെ ഈ എക്സ്പെരിമെൻറ്റ്സും കൂടി നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്